ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേഷ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. ഇന്ന് എപ്പിസോഡ് നമ്പർ 48 അപ്പോൾ ഫുൾ റിവ്യൂ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണണം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ആക്കാനും മറക്കല്ലേ കൂട്ടുകാരെ. പിന്നെ എന്താ പറയേണ്ടത്, സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഫഷൽ ഒത്തിരി നന്ദിയുണ്ട്. എൻ്റെ റിവ്യൂ കണ്ടിട്ടാണ് എന്താ പറയേണ്ടത്, ബിഗ് ബോസ് കാണാനുള്ള ഒരു ആഗ്രഹം തോന്നി ബിഗ് ബോസ് കാണുന്നു എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അവരോടൊക്കെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി അർപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലോകത്തിൻ കഥയറിയാതെ വേഗത്തിൻ ഗതിയറിയാതെ ആ പാട്ടൊക്കെ പാടി ഓഡിയൻസെ ക്ലാപ്പൊക്കെ കൊടുത്ത് നമ്മൾ ലാലേട്ടൻ വന്നിരിക്കുകയാണ്. എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഒരു സ്പീച്ച് ഉണ്ടാവും. ഈ പ്രാവശ്യം ഉണ്ട്, പക്ഷേ ഇപ്രാവശ്യം മനസ്സിനെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദൈനംദിന ജീവിതത്തിൽ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നിർണായകമാണ്. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനകത്ത് അവിടെയുള്ള ആൾക്കാരുടെയൊക്കെ മനസ്സിനെ അവർ നിയന്ത്രിച്ച് വെക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് അവരോട് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് പോകുന്നു. അപ്പോൾ ലാലേട്ടനെ കണ്ട സന്തോഷത്തിൽ എല്ലാവരും എണീറ്റ് നിന്നിട്ട് ഹായ് ലാലേട്ട എന്ന് പറയുന്നിട്ട് വിഷ് ചെയ്യുന്നുണ്ട്. ലാലേട്ടനും തിരിച്ച് വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഈ ബിഗ് ബോസ് ഷോ തുടങ്ങിയ സമയത്ത് ഒരു കണ്ടസ്റ്റൻ്റ് ജയിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മലയാളത്തിലല്ല കേട്ടോ, ആദ്യ കാലഘട്ടത്തിൽ. പക്ഷേ അദ്ദേഹം പുറത്തിറങ്ങി പറഞ്ഞതെന്ന് വെച്ചാൽ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് എനിക്ക് വിജയിക്കാൻ പറ്റിയത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും? അൺഫോർച്ചുനേറ്റ്ലി ഇവിടുന്ന് 2 പേര് പുറത്തു പോയിരിക്കുകയാണ് ആരോഗ്യ കാരണങ്ങളാൽ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ സിബിനും പൂജയും പുറത്തു പോയിട്ടുണ്ട്. പിന്നെ പുറത്തു പോയ സിജോ അകത്ത് വന്ന്, സിജോയ്ക്ക് പ്രത്യേകമായിട്ട് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ടാണ് സിജോ പുറത്തു പോയി ആ പ്രതിസന്ധി എല്ലാം തരണം ചെയ്ത് അകത്ത് വന്നത്. സിജോയ്ക്ക് ഒരു കൺഗ്രാറ്റുലേഷൻ എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും എന്താ പറയേണ്ടത്, ലാലേട്ടനെ എന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ സിജോ എണീറ്റ് നിന്നിട്ട് ലാലേട്ട എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. ലാലേട്ട എനിക്ക് ആ കൈ പിടിച്ചിട്ട് എന്നെ ആ ഒരു എല്ലാം ശരിയാകുന്നുള്ള ആ ഒരു ഉറപ്പെനിക്ക് തന്നില്ല. അത് എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണെന്ന രീതിയിൽ ലാലേട്ടൻ സംസാരിച്ചു. അപ്പോൾ നമ്മുടെ ജിൻഡോ എണീറ്റ് പറയാണ്, സിജോ വന്നിരിക്കുന്നത് എന്നെ ടാർഗറ്റ് ചെയ്യാനാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഒരു തീപ്പൊരിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന്. പക്ഷേ എനിക്ക് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഉരച്ച് കളഞ്ഞ തീപ്പെട്ട് കൊള്ളിയായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, എന്താണ് ജിൻഡോയെക്കുറിച്ച് പറയാതെ സിജോയെക്കുറിച്ച് പറയൂ, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ ആർക്കും ഒരു മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ. നിങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കണം. ഈ ഒരു ഷോ എന്ന് പറയുന്നത് മനസ്സിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ട ഷോ ആണെന്ന രീതിയിൽ നമ്മൾ അർജുനോട് സംസാരിക്കുന്നുണ്ട്. അർജുൻ പറഞ്ഞു, കുഴപ്പമില്ല, ഇല്ല എന്തോ മോനെ വയ്യായ്ക പോലെ, ഇല്ല സാർ എനിക്ക് ചെറിയൊരു മസിൽ പെയിൻ ഉണ്ട്, അല്ലാതെ വേറെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഋഷി പറയുന്നുണ്ട്, ഈ വിഷമാണെന്നും പറയാം വിഷമല്ലെന്നും പറയാം, പിന്നെ അൻസിബ ഇവിടെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല എന്ന രീതിയിൽ. അപ്പോൾ ഓഡിയൻസിനൊക്കെ ചിരി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഗെയിം നല്ലോണം കളിക്കും. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ടാസ്കൊക്കെ നല്ല ഫിസിക്കൽ ടാസ്ക്കാണ് വരുന്നത്. അപ്പോൾ നല്ലോണം നിങ്ങൾ ഗെയിം കളിക്കുന്ന രീതിയിൽ സംസാരിച്ചു. റസ്മിനോട് ചോദിച്ചു, റസ്മിൻ എന്താണ് ഒരു ചായൻ ഒരു തോള് വേണമെന്നുണ്ടോ, ജിൻഡോയ്ക്ക് കരയണമെന്ന് തോന്നുന്നുണ്ടോ, ജിൻഡോ ഒരു ഫ്രണ്ട് ആദ്യം പോയപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് അകത്ത് കയറ്റൂ ലാലേട്ട എന്ന് പറഞ്ഞു, ജാൻമണി പോയപ്പം കരഞ്ഞു. എന്നാൽ ഒരു കൺവെൻഷൻ റൂമിൽ ഇപ്പോൾ ജിൻഡോ കരഞ്ഞിട്ട് വരുന്ന രീതിയിൽ ജിൻഡോ കൺവെൻഷൻ റൂമിൽ വരുന്നു കേട്ടോ. അവിടെ വന്ന സമയത്ത് ഒരു ബ്ലാക്ക് മാൻ ഇരിക്കുന്ന പോലെ എന്താ പറയുക, തലയൊക്കെ മൂടി ഒരു തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ജിൻഡോ ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്തെങ്കിലും സംസാരിക്കൂ, എന്തെങ്കിലും പറയൂ എന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ ഹൗസിലുള്ള മറ്റംഗങ്ങൾക്ക് കാണാം, പ്ലാസ്മ ടി വിയിൽ കൂടെ കാണാം കേട്ടോ. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്തു, ജിൻ്റെ വിഷമങ്ങൾ പറയൂ നിങ്ങൾ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, ഞാനിവിടെ കളിക്കാൻ വന്ന് എല്ലാവരും എന്നെ കൂട്ടത്തോട് ആക്രമിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ബിഗ് ബോസ് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. പിന്നെ നമുക്ക് സംസാരിക്കാം, അദ്ദേഹത്തെ കൂടി നിങ്ങൾ അകത്തേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ അകത്ത് കൊണ്ടുവരുന്നുണ്ട്. പതുക്കെ ഇങ്ങനെ കണ്ണു മൂടിയിട്ടാണ് ഇരിക്കുന്നത്, അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള അംഗങ്ങളെല്ലാം ഇത് ആരാണ്, സുരേഷ് ചേട്ടനാണോ, മുന്നേ ഔട്ടായി പോയില്ലേ സുരേഷ് ചേട്ടനാണോ, സിബിൻ ചേട്ടനാണോ, അതോ രതീഷ് ചേട്ടനോ, ഇല്ല സുരേഷ് തന്നെ അവരങ്ങ് കൺഫേം ആക്കി കേട്ടോ, സുരേഷ് ചേട്ടൻ. അപ്പോൾ പറയാം, ആർക്കെങ്കിലും വയ്യെങ്കിൽ വിഷമം പറയാനുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ ഉണ്ടാകും, ആ മുഖംമൂടി ഒന്ന് അഴിച്ചു മാറ്റും. അപ്പോൾ ആരെന്നറിയാമോ, നമ്മുടെ രതീഷാണ്. കിന്നരി തുമ്പത്ത് പാട്ട് പാടി വന്നില്ലേ ആ രതീഷാണ്. ജാസ്മിൻ അന്തം വിടും, ജാസ്മിൻ ഓടി പോയി കെട്ടിപ്പിടിക്കുന്നു. ഇനി 2 ദിവസം എന്തായാലും ജാസ്മിൻ രതീഷിൻ്റെ പിറകെ കാണും പുറത്തുള്ള കാര്യങ്ങൾ അറിയാനായിട്ട്. പക്ഷേ ജിൻഡോ ഉണ്ടല്ലോ, ജിൻഡോ ഏങ്ങി കരയുകയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞത് മൈക്കിലൂടെ തന്നെ കേൾക്കാൻ പറ്റും. നിങ്ങളുടെ സങ്കടം പറയാനാണ് അവിടെ ഇട്ടിരിക്കുന്നത്, അവിടെ അദ്ദേഹത്തെ ഇരുത്തിയിരിക്കുന്നത്, അല്ലാതെ അദ്ദേഹം ഒന്നും പറയില്ല. അങ്ങനെ പറയുവാണെങ്കിൽ ഇതുപോലെ മുഖം മൂടി അഴിച്ച് ഞങ്ങൾ പുറത്ത് കൊണ്ടുവരും എന്ന രീതിയിൽ പറയുന്നുണ്ട്. ലാലേട്ടൻ പോയതിന് ശേഷം പൂരങ്ങളുടെ നാട് തൃശ്ശൂർ പൂരം എന്ന് പാട്ട് പാടുന്നുണ്ട്. അപ്പം നമ്മുടെ നന്ദനക്കുട്ടി കാന്താ പൂരം കാണാൻ ഞാനും വരാം, ആ പാട്ടുണ്ടല്ലോ, അത് പാടി. എനിക്ക് പാടാൻ വയ്യ. ഇപ്പോൾ ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന രാത്രി 2:30 മണിക്കാണേ. അപ്പോൾ എന്തായാലും എനിക്ക് പാടാൻ വയ്യ. അങ്ങനെ ആ പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ച് ഇനി കുറച്ച് ദിവസം ഞാനിവിടെ കാണും. അതുവരെ നമുക്ക് അടിച്ചു പൊളിക്കാം. ഞാൻ ഇനി പുതിയൊരാളായിട്ടാണ്
ടാസ്ക്കാണ്. ഒരു പുതിയ മനുഷ്യനായിട്ടാണ് രതീഷ് വന്നിരിക്കുന്നത്. അതിനുശേഷം ലാലേട്ടൻ വന്ന് വിജ്ഞാനവും കുസൃതിയും അടങ്ങിയൊരു ടാസ്ക്കാണ്. രതീഷ് വന്നതിൽ നിങ്ങൾക്ക് ആർക്ക് സന്തോഷങ്ങളുണ്ടോ അല്ലെങ്കിൽ ആർക്ക് വിഷമമുണ്ടോ? എന്നാലും കുഴപ്പമില്ല. സന്തോഷമുള്ളിടത്ത് സങ്കടമുണ്ട്, സങ്കടമുള്ളിടത്ത് സന്തോഷമുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി നമുക്കറിയാം എവറസ്റ്റ് കൊടുമുടി. അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഏറ്റവും വലുത് ഏതായിരുന്നു? ആ ക്വസ്റ്റിനുള്ള ആൻസർ പറഞ്ഞിരിക്കുന്നത് ഗബ്രി ശ്രീരേഖൻ പവർ ടീം എന്നാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോറയാണ് ഒത്തിരി പറഞ്ഞത്. ശ്രീതു പറഞ്ഞു ഇവളെല്ലാം അറിഞ്ഞു വന്ന പെണ്ണാണോ, കേരളത്തിലെ ലോകത്തിലെ ഔദ്യോഗിക ഭാഷ, അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പവർ ടീമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ശ്രീരേഖ കഴിച്ചിട്ട് 25 കോഴികളെ ഒറ്റ സംഖ്യയായിട്ട് കൂട്ടിൽ നിക്ഷേപിക്കണം. അപ്പോൾ ജിൻഡോ പറഞ്ഞു സാർ ഇത് ഞാൻ ഇവരോട് ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഞാൻ 100 ദിവസം കഴിയുമ്പോൾ സ്റ്റേജിൽ അതിൻ്റെ ഉത്തരം പറയാം, അതുവരെ പറയില്ല എന്ന രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ സിജോ ഗെയിമിനെ കുറിച്ച് നമ്മൾ ഡേഞ്ചർ കോയിൻ വെച്ചില്ല നമ്മളെ ശരണ്യയുടെ മുടിയൊക്കെ പിടിച്ച് വലിച്ചു എന്നൊക്കെ ഇഷ്യൂസ് ഉണ്ടായല്ലോ. അപ്പോൾ സിജോ പറയുകയാണ് ജിൻഡോ ആണെങ്കിൽ സ്ട്രാറ്റജി എടുക്കുകയാണ്, എല്ലാവരും പുള്ളിയെ ഒറ്റപ്പെടുത്തിയെന്ന രീതിയിൽ സംസാരിക്കുന്നതിന് മുടി പിടിച്ച കാര്യം, ആ ഇഷ്യൂസൊക്കെ വിശദീകരിക്കുന്നു സിജോ. അപ്പോൾ ലാലേട്ടൻ അത് പ്ലാസ്മ ടി വിയിൽ കാണിക്കുന്നുണ്ട്, ആ ഗെയിം കാണിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ശരണ്യയുടെ മുടി പിടിക്കാനുണ്ടായ സാഹചര്യം, പക്ഷേ മുടിയുടെ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ലാലേട്ടൻ അത് എടുത്ത് പറയുകയും ചെയ്തു. അപ്പോൾ ശരണ്യ പറഞ്ഞ് ലാലേട്ട എനിക്കത് ഭയങ്കര വിഷമമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനിവിടെ ആണെങ്കിൽ എല്ലാ കാര്യത്തിലും നല്ല ബോൾഡായിട്ട് നിൽക്കുന്നതാണ്, പക്ഷേ എനിക്ക് 2 ദിവസം കൊണ്ട് ഒട്ടും വയ്യ, ഞാൻ റൂമിൽ തന്നെയാണെന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ ഈ ഗെയിമിനെ കുറിച്ച് ഋഷിയും പറയുന്നുണ്ട് കേട്ടോ, ജിൻഡോ എന്നെ ശ്വാസം മുട്ടിച്ചു എന്ന കാര്യങ്ങൾ. അപ്പോൾ ക്യാപ്റ്റൻ അത് ഇടപെടാമായിരുന്നല്ലോ എന്ന രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ 2 വഞ്ചിയിൽ കാല് വെച്ചെന്ന് പറഞ്ഞില്ലേ നമ്മുടെ നന്ദനക്കുട്ടി ജാസ്മിനെ, ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ശരണ്യെ കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് കണ്ടില്ല എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റും. ഞാൻ ചോദിച്ചപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറി ഒന്നും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇവർ കണ്ടിട്ട് ശരണ്യെ പിടിക്കാത്തതാണെന്ന രീതിയിൽ 2 വഞ്ചിയിൽ കാല് വെച്ചെന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ജാസ്മിൻ ലാലേട്ട എനിക്കറിയാം എൻ്റെ അസുഖം, ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം മറന്നല്ല, എൻ്റെ അസുഖത്തെല്ലാം മറന്നിട്ടാണ് ഞാനിവിടെ 100% ടാസ്കിൽ ഞാൻ കളിച്ചിട്ടുള്ളതെന്ന രീതിയിൽ സംസാരിക്കുന്നു. പിന്നെ ശ്രീതുവാണ് കേട്ടോ. ശ്രീതു പറഞ്ഞതെന്ന് വെച്ചാൽ ക്യാപ്റ്റനെ കുറിച്ചിട്ടുള്ളതാണ്. എന്താണ് അപ്പോൾ ക്യാപ്റ്റന് വേണമെങ്കിൽ ഇത് മാറ്റാമായിരുന്നു. ഏത് ഈ പവർ ടീം ഇങ്ങനെ കളിക്കുന്നവർ അവർക്ക് അപ്പം തന്നെ ക്യാപ്റ്റൻ മാറ്റി വിടായിരുന്നു, അല്ലെങ്കിൽ പവർ ടീമുകാർക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ അത് 2 പേരും അത് ചെയ്തിട്ടില്ല എന്ന രീതിയിൽ ഒന്നൊരു സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ക്യാപ്റ്റനെ കുറിച്ച് ഓരോരുത്തരും നോറ നല്ല അഭിപ്രായം, സായി പറയും മക്കൾ തലവി എന്നുള്ള രീതിയിൽ, അഭിഷേക് ശ്രീകുമാർ പറഞ്ഞു CBSE സ്കൂളിലെ ടീച്ചറായിട്ട് എനിക്ക് തോന്നി, അർജുൻ പറഞ്ഞു നന്നായിട്ട് കളിച്ചു, 100% ശ്രീതു നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു എന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും നല്ല രീതിയിൽ ക്യാപ്റ്റനെ കുറിച്ചുള്ള എന്താ പറയേണ്ട വനോല അങ്ങ് പോഴ്ത്തി കേട്ടോ. തമിഴിലൊക്കെ ഒത്തിരിയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കണ്ടസ്റ്റൻറ്റും. അതിനുശേഷം നമ്മൾ ടാസ്ക്കാണ് കേട്ടോ, നമ്മുടെ രതീഷ് ബ്രോ വായിക്കുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ക്യാപ്റ്റൻസ് ടാസ്ക്കാണ്. റസ്മിൻ അതുപോലെ തന്നെ നോറ, അഭിഷേക് ജയദേവ് ഇവർക്ക് മത്സരിക്കാനുള്ളതാണ്. ഇതൊരു ആർച്ച് പോലെയുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ബോൾ വെച്ചിട്ടുണ്ട്. ഈ നെറ്റിൻ്റെ ഇടയിൽ കൂടെ ബോൾ എടുത്തിട്ട് മുകളിൽ കൊണ്ടുവന്ന് ഒരു ചാല് പോലെ കാണും, അതിൽ കൂടി ഇട്ട് ഈ ഒരു ബോക്സിനകത്ത് ആ ബോൾ നിക്ഷേപിക്കുക. അങ്ങനെ ഏറ്റവും കൂടുതൽ ബോൾ നിക്ഷേപിക്കുന്ന ആരാണോ അവരാണ് ജയിക്കുന്നത്. അങ്ങനത്തെ ടാസ്ക് ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും അവരുടെ കഴിവിൻ്റെ പരമാവധി ഇങ്ങനെ ഈ എന്താ പറയുക ആ നെറ്റിനകത്തുകൂടി ബോൾ ഇങ്ങനെ കൈയിട്ടെടുത്ത് മുകളോട്ട് കൊണ്ടുവരുന്ന സമയത്തേന് ചിലപ്പോൾ തെറിച്ച് പോകും കേട്ടോ. അപ്പോൾ അതൊരു ക്ഷമ ആവശ്യമാണ്. അങ്ങനെ നമ്മുടെ പാട്ട് പാടാൻ അറിയാതെ ആ പാട്ടൊക്കെ നമ്മളെ റസ്മിൻ പാടി നന്നായിട്ടൊരു സ്കൂൾ കുട്ടികൾ എങ്ങനെയാണ് അതുപോലത്തെ രീതിയിൽ തന്നെ ബോൾ എടുത്ത് ഈ ചാലിനകത്തൂടെ കൊണ്ടുവരിക. അഭിഷേക് ജയദേവാണ് ആദ്യം മുന്നിട്ട് നിന്നത് കേട്ടോ. പിന്നീട് എന്താണെന്ന് അറിയത്തില്ല, അവരുടെ ഗെയിം എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. പിന്നെ നോറ കയറി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും നല്ല അടിപൊളി ടാസ്ക് ആയിരുന്നു. പക്ഷേ അങ്ങനെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുന്നത് വേറെ ആരുമല്ല, റസ്മിനാണ്. ആദ്യം ജയദേവാണ് മുന്നിട്ട് നിന്നത്, പിന്നീട് നമ്മുടെ റസ്മിനേക്ക് ആ കളി വന്നു. എന്തായാലും അടിപൊളിയായിട്ട് റസ്മിൻ കളിച്ചു. ഇതങ്ങനെ ബിഗ് ബോസും നല്ല കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞു. ഈ ഒരാഴ്ച റസ്മിൻ്റെ ക്യാപ്റ്റൻസി എങ്ങനെയാണെന്ന് കാണാം. ലാലേട്ടൻ വന്നിട്ട് ഡെൻ റൂമിൽ ആരാണ്ട് താമസിക്കുന്നത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ആരാണെന്ന് അറിയാമോ? ജിൻഡയും ജാസ്മിനും നമ്മുടെ അൻസിബയാണ്. എന്താ നിങ്ങൾ ഈ റൂം വൃത്തിയില്ലായിട്ടിരിക്കുന്നത് എന്താണ് എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. ജിൻഡോ നിങ്ങൾ ക്യാപ്റ്റനായിരുന്നതല്ലേ, നിങ്ങൾക്ക് അറിയത്തില്ല എന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ അൻസിബ പറയുന്നുണ്ട് ജാസ്മിൻ്റെ ഡ്രസ്സാണ് കൂടുതൽ. അയ്യോ ലാലേട്ട എൻ്റെ 1-2 തുണികളേ ഉള്ളൂ. അപ്പോൾ അൻസിബ ചൂണ്ടിക്കാണിച്ചു, ഇല്ല ലാലേട്ട ആ ബോക്സിനകത്തൊക്കെ അവളുടെ തുണികളാണ് വാരി വലിച്ചിട്ടിരിക്കുന്ന രീതിയിൽ. അപ്പോൾ എന്താ നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഒരു കാര്യം പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കിക്കൂടെ? ഇതൊക്കെ വീട്ടിൽ നിന്ന് പഠിച്ചതിൻ്റെ വരേണ്ട ഒരു ബേസിക് മാനേഴ്സ് ആണെന്ന രീതിയിൽ സംസാരിക്കുന്നു. അതിനുശേഷം നമുക്ക് നോമിനേഷനിൽ വന്നിട്ടുള്ള 11 പേരെയും ലാലേട്ടനെ ഏൽപ്പിച്ച് നിർത്തുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ അർജുനോട് ചോദിക്കുന്നുണ്ട്, എന്താ അർജുൻ ഒരു ഗൗരവത്തിലിരിക്കുന്നു, ഒന്ന് ചിരിച്ച് കളിച്ചിരിക്കൂ, ശ്രീതു നേരെ ആ സ്റ്റോർ റൂമിൽ പോകുന്ന രീതിയിൽ ഒരു ഗിഫ്റ്റ് എടുത്തിട്ട്
ശ്രീധു ഒന്ന് പെണ്ണാണോ അന്നെന്ന് അറിയത്തില്ല, ഗേൾ ഫ്രണ്ടാണോ, അതൊരു ഗിഫ്റ്റ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ശ്രീധു എന്ന രീതിയിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അർജുൻ ഭയങ്കര സന്തോഷത്തിൽ അത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എന്താണെന്ന് പറയുമ്പോൾ കീപ് സ്മൈലിംഗ് എന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ചിരിക്കുന്ന രീതിയിൽ ആരട്ടം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അർജുൻ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ചിരിക്കാൻ അറിയാവോ എന്ന രീതിയിൽ. അപ്പോൾ വരും ആഴ്ചയിൽ ഞാൻ സന്തോഷത്തോടെ കളിക്ക് ധാരാളം തന്നെന്ന് അറിയത്തില്ല, ഒത്തിരി താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് അർജുൻ അവിടെ സേവ് ആയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ജിൻഡോയും ജാസ്മിനെ എണിപ്പിച്ചത് പറയുന്നുണ്ട്, നിങ്ങൾ സേവ് ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. നാളെ കാണാം, ഗുഡ് നൈറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് സേവ് ആയിരിക്കുന്നത് അർജുൻ, റസ്മിൻ, നോറ, പിന്നെ അതുപോലെ തന്നെ അഭിഷേക്, ശ്രീകുമാർ, അൻസിബ. അപ്പം നാളെ സായിയൊക്കെ ഉണ്ട്, ജിൻഡോയും ജാസ്മിനൊക്കെ ഉണ്ട്. ഇതിലാരാണ് പുറത്ത് പോകും അല്ലെങ്കിൽ ഇവിടെ തന്നെ സേഫ് ആയിട്ടിരിക്കുമെന്നൊന്നും അറിയത്തില്ല. ലാലേട്ടൻ എന്തായാലും നമ്മുടെ ഹൗസിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് യാത്ര പറയുകയാണ്. അപ്പോൾ ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. ഇന്ന് പുറത്തുപോയ രതീഷ് അകത്ത് വന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടി രതീഷിൻ്റെ കളികൾ എന്തൊക്കെയാണ് നമുക്ക് കാണാം. അതുപോലെ തന്നെ ക്യാപ്റ്റൻസി ടാസ്കിൽ റസ്മിനാണ് ക്യാപ്റ്റൻ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് പേര് സേവ് ആയിട്ടുണ്ട്. ജാസ്മിനും ജിൻഡോയും സേവ്ഡ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ പോകുന്നത്. അപ്പോൾ നാളത്തെ റിവ്യൂവിൽ കാണാം. അതുവരെ നിങ്ങൾ ഇന്ന് വിട പറയുന്നു. ബിജി രമേശ് വ്ലോഗിലെ ബിജി. ബൈ.